ആ നബിയുടെ മാസാണ് ഈ റബീഉൽ അവ്വൽ. അത് നമ്മൾ വല്ലാതെ ആദരിക്കണം. 1 മുതൽ 30 അടങ്ങുന്ന ദിവസം നമ്മളൊക്കെ മൗലിദ് ഓതണം. ഒരു ഹദീസ് മൗലിദെങ്കിലും ഓതാതെ നമ്മളൊന്നും കിടക്കരുത്. റബീഉൽ അവ്വലിൽ മദീനയിലേക്ക് നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല മാസമാണ്. റസൂലുള്ളാഹിനെ റബീഉൽ അവ്വലിൽ കാണുന്ന എത്രയോ ആളുകളുണ്ട്. അത് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ കാണും. നമ്മൾ വല്ലാത്ത ആദരവിൽ നമ്മളെ വീട്ടിൽ മൗലിദ് ഉണ്ടാക്കണം. അതോടുകൂടെ നോക്കി, ഞങ്ങളിപ്പോൾ ഉസ്താദിന്റെ ആണ്ടിന് എത്ര പേര് ലൈറ്റാ വെച്ചത്. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന് നമ്മൾ ആ മാസത്തിന് ആദരിച്ച് ലൈറ്റ് വെക്കുമ്പോഴേക്കും ചോദ്യമായി. ഇതിലിരിക്കണവർക്ക് തന്നെ ഉണ്ടാവും ചോദ്യം, ഇതൊക്കെ വെച്ചവർക്ക് തന്നെ ഉണ്ടാവും ചോദ്യം. ഞാൻ ഇപ്പോഴും ഭാവാനി ലത്തീഫിനെന്നല്ല പറയുന്നത്. ഈ വെച്ച അതിപ്പോ ആണ്ടല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മാസത്തിൽ ലൈറ്റ് വെക്കുമ്പോഴേക്കും ഇസ്രാഫാണ്, മറ്റതാണ്, മറിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് പറഞ്ഞത് കണക്കും കഴിയില്ല. അത് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? മൂപ്പരെ മോളെ കല്യാണത്തിന്, മൂലേരന്നെ മോളെ കല്യാണത്തിന് പന്തൽ കെട്ടാൻ ഏത് ബുഖാരിയിലാണുള്ളത്? അതിന്റെ അപ്പുറത്തെ പേജിൽ ഇതുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. പന്തൽ കെട്ടി അതിനെ ഡെക്കറേഷൻ ചെയ്ത് പുതിയാപ്പിളക്ക് വേണ്ടിയുള്ള ലൈറ്റ് മുഴുവനും വെച്ച് ഒരു ബൾബ് പോരെ കണ്ണ് കാണാൻ? ഇങ്ങനെ ബൾബുകൾ എന്തിന്? അതൊരു ഭംഗിയാണ്. ഈ ഭംഗി റസൂലുള്ളാഹിന്റെ മാസത്തിന് മുഴുക്കെ നാം കൊടുക്കണം. 1 മുതൽ 30 അടങ്ങുന്ന ദിവസങ്ങളിൽ നല്ല ലൈറ്റുകൾ വെക്കണം. അതിലൊരു ഇസ്രാഫുമില്ല. ഇസ്രാഫ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇപ്പൊ കുറെ ആളുകൾ ഇസ്രാഫ് ഏറി ചെലവാക്കാന്ന് ഒരാൾ ദൂർത്ത് എന്ന്, എന്നിട്ട് മൂപ്പര് എല്ലാത്തിന്റെ മേലുമാണ്ട് ദൂർത്താണ്ട് ഹുക്കും ചെയ്യുക. നീ ഹുക്കും ചെയ്യേണ്ടതല്ല ഇസ്രാഫ്. ഇമാമിങ്ങൾ ഇസ്രാഫിന് ഉദാഹരണം പറഞ്ഞ എന്താ അറിയോ? പൈസ കൊണ്ടുപോയി കടലിലേക്ക് എറിയുക, ഇതുപോലുള്ളതാണ് ഉദാഹരണം പറഞ്ഞത്. ഒരു ഫലവുമില്ലാത്തത്. കണ്ട് ആനന്ദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇസ്രാഫല്ല, കൂലിയുള്ള അമലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? റസൂലുള്ളാഹിനെ ഇക്റാമാക്കുന്ന കൂലിയുള്ളതാണ്. ആനന്ദം വരുന്ന ഒരു വിഷയം ഹറാമല, വേറൊരു നിലക്കത് ഹറാമ ആണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു വിഷയം വെറും ഒരു ആനന്ദമാണ്. ആ ആനന്ദം ഉണ്ടാകാൻ അത് വെക്കുന്നതിൽ തെറ്റുള്ളതല്ല, മുബാഹ്. എന്തിനാ ഹലാൽ, എന്തിനാ ഹറാമാക്കാൻ നിൽക്കണം? പഴയ ഉലമായിൽ നിന്ന് പാടത്തെന്നിക്കൊണ്ടാണ് ഇന്ന് പലരുടെയും ഫത്വകൾ വരുന്നത്. അവരൊക്കെ അനുവദിച്ച പലതും നമ്മൾ ഹറാമാക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാദ് തങ്ങൾ, ഇബ്നു അബ്ബാദിനെ പരിചയമില്ലാത്തവരുണ്ടാവില്ലല്ലോ. ഹിക്കമിന്റെ വിശദീകരണങ്ങൾ, ഇബ്നു അബ്ബാദിന്റെ വിശദീകരണം വായിക്കാത്തവരുണ്ടാവില്ല. വലിയ സൂഫിയും വലിയ മഹാനുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നതായി കാണാം. ബഹുമാനപ്പെട്ടവർ ഇമാം അൻസാരി തന്റെ തദ്കിറത്തുൽ മുഹബ്ബിൽ എഴുതുകയാണ്, ലമ്മാ സുഇല അമ്മാ യഖഉ ഫീ ഹാദൽ യൗം മിൻ വുഖൂഇ ശംഇ. അക്കാലത്തുള്ള ഒരു ശൈലി പറഞ്ഞതാ. ലൈറ്റ് വെക്കുന്ന ഒരു സ്വഭാവം റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ ലി അജ്ലിൽ ഫർഹി പറ്റോ ഫഅജാബ. മറുപടി അല്ലദീ യൽഹറു, രേഖയിൽ നിന്ന് മനസ്സിലാകുന്നത്, അന്നഹു ഈദും മിൻ അയാദിൽ മുസ്ലിമീൻ. റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം അത് മുസ്ലിമീങ്ങൾക്ക് അതൊരു ഈദാണ്, അതൊരു പെരുന്നാളാണ്. വമൗസിമും മിൻ മവാസിമിഹിം, അവരെ ആഹ്ലാദ ദിവസങ്ങളിൽ ഒരു ദിവസമാണ്. വകുല്ലു മാ യഖ്തളീഹിൽ ഫർഹു വസ്സുറൂറു ബിദാലിക്കൽ മൗലിദിൽ മുബാറക്. ആ മൗലിദ് മുബാറക്കിൽ, മഹത്തായ മൗലിദിൽ സന്തോഷത്തെയും സംതൃപ്തിയെയും ഉണ്ടാക്കുന്ന ഒക്കെ ലൈറ്റ് വെക്കലായാലും വയിംതാഇൽ ബസ്രി, കണ്ണിനിക്ക് ആനന്ദം ഉണ്ടാക്കലായാലും വതനസുഹി സംഇ വന്നദരി, കാഴ്ചക്കും കേൾവിക്കും സന്തോഷം ഉണ്ടാകുന്നതൊക്കെ ഉണ്ടോ, ഇതൊക്കെ തസയ്യുനി ബിമാ ഹസന മിന സിയാബ്, നല്ല ഡ്രസ്സുകൾ ധരിക്കലും, റുകൂബി ഫാരിഹിൽ ദവാബ്, നല്ല വണ്ടികൾ അന്ന് പ്രത്യേകമായി ഉപയോഗിക്കലും, അംറും മുബാഹുൻ ലാ യുങ്കർ ഖിയാസൻ അലാ ഗൈരിഹി മിൻ ഔഖാത്തിൽ ഫറഹ്, ഒരു തെറ്റും പറയാൻ പറ്റൂല. والحكم بأن هذه الأشياء بدعة في هذا الوقت. ചില മുലൈമാര് ഇത് ഈ ടൈമിൽ ബിദ്അത്താണെന്ന് പറയാറുണ്ട്. الذي ظهر فيه سر الوجود وارتفع فيه علم الشهود وتقشع بسببه ظلام الكفر والجحود. അതൊക്കെ മുത്തനബിയുടെ ജന്മത്തിന്റെ മദ്ഹുകളാണ്. ഇങ്ങനെ ആര് എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ, യുങ്കറു അലാ ഖായിലിഹി, പറഞ്ഞവനെ എതിർക്കേണ്ടതാണ്. ലിഅന്നഹു മഖ്തും വജുമൂദ്, അവനിക്ക് ബോധമില്ലായിട്ട് പറയണത്, അവനിക്ക് ശത്രുത കൊണ്ട് പറയുകയാണത്. ഈമാനുള്ളവർക്ക് സന്തോഷിക്കേണ്ട ടൈമൊന്നല്ല എന്നുള്ള വാദം. വിഷുവിനോടും
വൽ മഹർജാൻ, ഉത്സവങ്ങളോടൊക്കെ തുല്യമാക്കി. ഇത് വിഷുവിന്റെ മാതിരി ആക്കുകയാണ്, ഉത്സവാക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ എന്താണ്, ക്രിസ്തുമസ് പോലെ ആക്കുകയാണ് എന്നൊക്കെ പറയുന്നത് അംറും മുസ്തഖൽ, ഉൾക്കൊള്ളാൻ കഴിയില്ല മുസ്ലിമീങ്ങൾക്ക്. സത്യം പഠിച്ച ആളുകൾ ഇതിനെ ഗണ്ണിക്കും, ഇതവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂല് ജനിച്ച ടൈം അതിനെ ആദരിക്കാൻ തോന്നിയില്ലെങ്കിൽ പിന്നെ ഏത് ടൈമിനെ ആദരിക്കും? മുമ്പ് സുലൈമാൻ ബഹുമാനപ്പെട്ട ഈസുലുൽ മുസ്താദിന് ഞങ്ങൾ ബുഖാരി തുഹ്ഫ ഓതുമ്പോൾ കഅബാലയത്തിന്റെ വാതിൽ സ്വർണ്ണാക്കാൻ പറ്റുമെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഉസ്താദിന് അള്ളാന്റെ വീടിന്റെ വാതിൽ സ്വർണ്ണാക്കാൻ പറ്റില്ല, പിന്നെ എവിടെ സ്വർണ്ണാക്കി വെച്ചു? അതൊരു സ്നേഹത്തിന്റെ വാക്കാണത്, അത്ര ചെറിയ വാക്കൊന്നുമല്ല അത്. അള്ളാഹുവിന്റെ റസൂല് ജനിച്ച ടൈം അതിന് വലിയ ബഹുമാനമുണ്ട്. അത് നമ്മൾ 12 അന്ന് കുട്ടികൾക്കൊക്കെ നല്ല അവരെ ഭംഗിയാക്കണം. ബിഅഹ്സനി സീനത്തിയും, നല്ല വസ്ത്രം കൊടുത്തിട്ട്. പുതിയ വസ്ത്രമൊക്കെ അന്ന് ഇടുന്നത് നല്ലതാ. നിഅമത്തുൽ കുബ്രയിലൊക്കെ പറഞ്ഞു കാണും, യാനത്തിലൊക്കെ പറഞ്ഞു കാണും, പുതിയ വസ്ത്രം ഇടുക. വതുദ്ഖില സുറൂറ ബിമാ അംകന അലാ മുഅല്ലിമിഹിം വതുസയ്യിനൽ മകാതിബ ബിമാ തജൂസു ബിഹി സീനത്തു ശർഅൻ. മദ്രസകളും സ്ഥാപനങ്ങളൊക്കെ അലങ്കരിക്കുക. വയുഹ്യാ ദിക്റുഹു ബിമാ യഹ്സുനു മിനൽ അഖ്വാലി വൽ മദാഇ സംഅൻ. കേൾക്കാൻ പറ്റിയ നല്ല പാട്ടുകളും കവിതകളും ഒക്കെ ചൊല്ലി ആ ടൈമിനെ നമ്മൾ ആദരിക്കുക. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റബീഉൽ അവ്വൽ 12 നല്ല വസ്ത്രം ധരിക്കണം. ഞങ്ങളൊക്കെ പുതിയതിടല് 12. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പപ്പന്റെ ഉപ്പ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ കേട്ട അന്ന് മുതൽ അങ്ങനെ. റസൂലുള്ളാഹിന്റെ ദിവസം 12 അത് വീട്ടിലൊക്കെ വല്ലാത്ത ആനന്ദമുള്ള ദിവസമാക്കണം നമ്മൾ. അത് നല്ല ബഹുമാനപ്പെട്ട ഇബ്നു അയ്യാദ് പറയുന്നുണ്ട്, മൂപ്പര് പറയാം, ഞാൻ ഒരു ദിവസം റബീഉൽ അവ്വൽ 12 ഞാൻ അന്നഹു ഖറജ ഫീ യൗമി മീലാദിഹി അലൈഹിസ്സലാം ഇലാ ഖാരിജിൽ ബലദ് ഫവജദ ശൈഖ് അൽ വലി അൽ ഹാജി ഇബ്നു ആശിർ, വലിയുല്ലാഹി ഇബ്നു ആശിർ തങ്ങളെ അരികിൽ പുറത്തു പോയപ്പോൾ കണ്ട്. മാ ജമാഅത്ത് മിൻ അസ്ഹാബി, ഉപരിഷമാരെ കണ്ട്. വസ്തദഊഹു ലി അക്ലി തുആം, അപ്പോൾ അവര് ഇസ്തദഊഹു, അവരെ വിളിച്ചു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ഖാല, മൂപ്പര് പറഞ്ഞു, ഫഅതദർതു ബി അന്നി സ്വായിം, ഞാൻ നോമ്പുള്ള ആളാണ്, ഒരു തിങ്കളാഴ്ചന്റെ ആയിരിക്കും, ഞാൻ നോമ്പുണ്ട്. ഫനളറ ഇലയ ശൈഖു നളറതൻ മുൻകറതൻ, ദേഷ്യം പിടിച്ചുകൊണ്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് വഖാല ലി, എന്നോട് പറഞ്ഞു, ഇന്ന ഹാദൽ യൗമ യൗമു ഫർഹിൻ വസ്റൂർ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലേ. വഇസ്തഖബഹു ഫീഹി സിയാം ലിഅന്നഹു യൗമു ഈദ്, ഇത് മുസ്ലിങ്ങളുടെ സന്തോഷ ദിവസമാണ്, ഇന്ന് നോമ്പ് നോക്കൽ മോശമാകുന്നു എന്ന് ഇബ്നു ആശിർ തങ്ങൾ എന്നോട് പറഞ്ഞു. ഇബ്നു അബ്ബാദ പറഞ്ഞത്. വഹാദാ മിൻ ശിദ്ദത്തിൽ മഹബ്ബ വതഅലീം ലിസാഹിബിൽ ഖുൽഖിൽ അലീം, മുത്തുനബിയോടുള്ള അതിയായ സ്നേഹവും അതിയായ ബഹുമാനവുമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ആശിർ ചെയ്തത്. ഖാല റഹ്മഹുല്ലാഹ് ഫതഅമ്മൽതു കലാമ, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചു. ഫവജദ്തുഹു ഹഖ്ഖാ, എനിക്കത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. വകഅന്നി കുന്തു നായിമൻ, ഞാൻ ഉറങ്ങിയവനായതുപോലെ ഉണ്ട്. ഫഅയ്ഖദനി, ഇബ്നു ആശിർ തങ്ങൾ എന്നെ ഉണർത്തിയല്ലോ. സഹോദരന്മാരെ, ഇത് നമ്മൾ മറക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദിവസം വല്ലാത്ത ആദരിക്കണം. നമ്മളെ വീട്ടിലൊക്കെ മൗലിദ് വെക്കണം. നമ്മളൊക്കെ അതിന്റെ ആളുകളാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാദിഹീങ്ങളായി മാറണം. അത് വാള് പറഞ്ഞ് മദ്ഹ് ചെയ്യൽ മാത്രമല്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന് വലിയ കൂലിയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് സംഘടിപ്പിക്കുന്നതിന് കൂലിയാണ്.